നമസ്കാരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ശനിയുടെ മാറ്റത്തെ പറ്റിയുള്ള ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സഹർഷം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ നമ്മൾ മേടം മുതലുള്ള കന്നിരാശി വരെയുള്ള ഫലം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അത് കർക്കിടകൻ രാശി വരെയുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാശികളുടെ എല്ലാം ഉടനെ തന്നെ അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് തുലാം രാശിയുടെ ഫലമാണ് നമ്മൾ ഇനിയിപ്പോൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ വീഡിയോകൾ ജ്യോതിഷപരമായ വീഡിയോകളും വിശേഷിച്ചും ശാസ്ത്രീയമായി പറയപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പരാതികളൊന്നും വരാതെ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ നിങ്ങൾക്ക് ഇത്രയും സ്പഷ്ടമായിട്ടാണ് വീഡിയോകൾ പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ട് സംശയമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുന്നതിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടാനൊക്കെ കുഴപ്പമില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുള്ള വിചാരത്തിൽ കമൻറ്റ് ബോക്സിലിടരുത്. നിങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം മാത്രമേ അതിനകത്ത് കൊടുക്കാനേ പാടുള്ളൂ. അത് കഴിയുന്നതും ചുരുങ്ങിയ വാക്കുകളിൽ കൊടുക്കുന്നത് അങ്ങനെ മറുപടി കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. എന്തായാലും നമുക്ക് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും വരുന്നതാണ് നമുക്ക് ഈ പറയുന്ന തുലാം രാശി എന്ന് പറയുന്നത്. ഇതിന് ചന്ദ്രരാശി എന്നും പേരുണ്ട്. അങ്ങനെയുള്ള തുലാം രാശിക്കാർക്ക് ഇനിയിപ്പോൾ ശനിയുടെ മാറ്റം വരുന്ന 2025 മാർച്ച് മാസം 29 രാത്രി 10:40 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറിയാൽ നമുക്കെന്ത് സംഭവിക്കും? പക്ഷേ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു മാറ്റമാണ് ശനി. അപ്പോൾ 6 ശനിയെ കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ്. അഷ്ടമത്തിലെ വ്യാഴവും ഏകദേശം ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളെ കൂടി ഇവിടെ ലിങ്ക് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴം നമുക്ക് അഷ്ടമത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത്ര നല്ലതല്ല. വിശേഷിച്ചും വ്യാഴം ശത്രുക്ഷേത്രം നിൽക്കുന്നതൊക്കെ അനുകൂലമായ ഒരു ഭാവത്തിലല്ല. അപ്പോൾ ആ ശനി നമ്മൾ അഷ്ടമത്തിലേക്ക് വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഇനിയിപ്പോൾ മെയ് മാസത്തോടു കൂടി തന്നെ അത് 9 പോകും. അപ്പോൾ എന്തുവരും നമുക്ക് ആ വ്യാഴൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടേണ്ടിയുണ്ട്. രണ്ടാമത്തെ 6 നിൽക്കുന്നതായ ശനി നമുക്ക് ദോഷകാരകനല്ല. 6 നിൽക്കുന്ന രാഹു നമുക്ക് 5 വരാം. അതിത്തിരി ഒരു ആത്മഭാവത്ത് വരുന്നത് കൊണ്ട് മനസ്സിനല്പം പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അല്പം ഉണ്ടായേക്കുക. കാരണം ശനിവദ് രാഹു എന്നാണല്ലോ, ശനി നിൽക്കുന്നതിന് ഫലമാണ് രാഹു അവിടെ നിൽക്കുന്നത്. അപ്പോൾ 5 നിൽക്കുമ്പോഴും അവിടെ അങ്ങനെ ഒരു ഫലവും കൂടി അതിനകത്ത് വരും. അപ്പോൾ ഗ്രഹങ്ങൾ ഇങ്ങനെ ചാരവശാൽ മാറിയും തിരിഞ്ഞുമൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കണ്ടകശനി, ഇടരശനി അല്ലെങ്കിൽ ശനിയുടെ മാറ്റം വരുന്നു എന്നുള്ള ആ ഒരു വ്യാകുലത നമുക്ക് എല്ലാവർക്കും ഒരേ കണക്ക് വരുത്തേണ്ട കാര്യമില്ല മനസ്സിനകത്ത്. ശനി എല്ലാവർക്കും അങ്ങനെ ഒരുപോലെ ഒന്നും കണ്ടകശനി ആയാലും ഇടരശനി ആയാലും അഷ്ടമശനി ആയാലും അങ്ങനെ ഒരേ കണക്ക് ദോഷം ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ഫലമാണ്. വ്യാഴൻ്റെ 9 സ്ഥിതിയും ഈ ശനിയുടെ ഈ പറയുന്ന 6 സ്ഥിതിയും വളരെ നല്ലതാണ്. ആ 5 വരുന്ന രാഹുവിനെ പറ്റി ഞാൻ പറഞ്ഞു. മക്കളെ സംബന്ധിച്ചിടത്തോളമോ അതുപോലെ തന്നെ മനസ്സിൻ്റെ ഭാവമായതുകൊണ്ട് അവിടെ മനസ്സിനൊക്കെ ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരും, പ്രയാസങ്ങളൊക്കെ. പിന്നെ എന്താണ് നമുക്ക് ശനിക്ക് ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞത് വേറൊരു പ്രശ്നം വരുന്നത് 6ാമത്തെ രാശിയിൽ പാവഗ്രഹങ്ങൾ നിൽക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും ഭൗതികമായ മറ്റു കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും ഇവിടെ ഈ ചൊവ്വ എന്ന് പറയുന്നൊരു ഗ്രഹം വരുന്ന 7-ാം തീയതിയോടുകൂടി ചിങ്ങൻ രാശിയിലും 28-ാം തീയതിയോടുകൂടി കന്നിരാശിയിലേക്കും പ്രവേശിക്കുമ്പോൾ, അതായത് ജൂലൈ മാസം 28-ാം തീയതി കന്നിരാശിയിലും വരുമ്പോൾ ഈ ചൊവ്വ നമ്മുടെ ജന്മരാശിയുടെ 11-ലും 12-ലുമായിട്ടാണ് വരുന്നതും. വിശേഷിച്ചും 6 നിൽക്കുന്ന ശനിയെ ഈ ചൊവ്വ, അതായത് ചൊവ്വയ്ക്ക് 8-ലേക്കും എല്ലാ സപ്തമദൃഷ്ടിയും അതിനകത്ത് വരുന്നുണ്ട്. സപ്തമദൃഷ്ടി വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അഗ്നിമാരത സംയോഗ എന്നൊരു ദൃഷ്ടി, യോഗവും ശുഭമല്ലപ്പോൾ എന്നാണ് അതിൻ്റെ. അപ്പോൾ അതിന് ദോഷമാണ്. അപ്പോൾ കന്നിരാശിയിൽ ശനി വരുമ്പോഴാണ് അത് നമുക്ക് കൂടുതലായിട്ട് 6ാമത്തെ രാശിയിൽ നിൽക്കുന്ന ശനിയെ, അതായത് 6ാം ഭാവം കൊണ്ട് രോഗം, ശത്രുത, കള്ളന്മാർ, അനിഷ്ടഭാവങ്ങൾ, കാര്യതടസ്സങ്ങൾ ഇതൊക്കെ വരുന്നതുകൊണ്ടും ഈ ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചൊവ്വ ശനിയുമായിട്ട് ശത്രുഗ്രഹമായതുകൊണ്ടും അവിടെ അല്പം ദോഷഫലങ്ങൾ ആ ഘട്ടം വരെ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് വരുന്നത് ജൂൺ മുതൽ വന്നിട്ട് അത് ജൂലൈ 28 ജൂണിലൊക്കെ ചിങ്ങൻ രാശിയിലും ജൂൺ 7-ാം തീയതി വരിക, ജൂലൈ 28-ാം തീയതി
കന്നിരാശിയിലേക്ക് വരിക. കന്നിരാശിയിൽ നിന്ന് പിന്നെ പോകുന്നത് നമുക്ക് സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ 13 രാത്രി വരെ ചൊവ്വ ആ രാശിയിലുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ കണ്ടോ, ഒരു 3-4 മാസം അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കുക. അത് എന്തെങ്കിലും പറയുന്ന കണക്ക് കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതിന് നമ്മൾ വേണ്ട പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ പോരെ, അത് മതി. പരിഹാരം ചെയ്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് ആ ദശാകാലത്തിനിപ്പോൾ നല്ല ചൊവ്വ, നല്ല ദശാകാലത്തിൽ ചൊവ്വ ദശാകാലമോ അല്ലെങ്കിൽ ശനിദശാകാലമോ അല്ലെങ്കിൽ അത് നല്ല ദശാകാലം നടക്കുകയും അതിൻ്റെ അപഹാരങ്ങളും ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതായ നല്ല ജന്മം കൊണ്ട് ജാതകത്തിൽ കിട്ടുന്നതായ ഗുണഫലങ്ങളെ ഒന്നും പെട്ടെന്ന് അങ്ങനെ അടിച്ചു മാറ്റാൻ നമുക്ക് കഴിയില്ല. നല്ല നല്ല യോഗങ്ങളും രാജയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അയാളെ അതിൽ നിന്നും കൂടുതൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല. ചാരവശാൽ വരുന്ന ഫലങ്ങൾ കുറച്ച് ഭാഗികമായിട്ട് മാത്രമേ അത് ദോഷം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. എന്തെങ്കിലും ദോഷമായിട്ട് നമുക്ക് തോന്നുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു വിഷയം, നമ്മൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും ഇപ്പോൾ ചിങ്ങൻ രാശി നിൽക്കുന്ന സമയത്ത് ചൊവ്വ വരുമ്പോൾ അവിടെ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും നിങ്ങൾ നോക്കിക്കോളൂ. പ്രത്യേകം വേണമെന്നില്ല. എല്ലാം ചൊവ്വാഴ്ച ദിവസവും ചൊവ്വയുടെ രാവിലെയുള്ള ചൊവ്വയുടെ കാലഹോര സമയത്ത് നിങ്ങൾക്ക് ചൊവ്വയുടെ ആ രാശിഫലങ്ങളെ, രാശിയുടെ ദൃഷ്ടിയുടെ ദോഷങ്ങളെ കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം അവിടെ കാണാവുന്നതാണ്. അതിനെന്തെങ്കിലും നമുക്ക് പായസ നിത്യവും പഞ്ചാമൃത നിത്യവും ഒക്കെ കഴിച്ചും, സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ 6 പ്രദക്ഷിണം ചെയ്തും, ദേവിക്കാണെന്നുണ്ടെങ്കിൽ 7 പ്രദക്ഷിണം ചെയ്തും പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ലതാണ്. പിന്നെ ചൊവ്വയെ സംബന്ധിച്ചും ധരണീഗർഭസംഭൂതം വിദ്യുൽ കാന്തി സമപ്രഭം കുമാരം ശക്തികസ്തഞ്ച തം മംഗളം പ്രണമാമ്യകം എന്നുള്ള മന്ത്രവും നിങ്ങൾക്ക് ആ സമയത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് ഈ പറയുന്നതായ ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം 13 വരെ ഇത് കാണാം. അപ്പോൾ അത് ജപിച്ചു കൊണ്ടുപോയാൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കൊള്ളും. പിന്നെ പവിഴം എന്ന് പറയുന്ന രക്തം ധരിക്കുന്നതൊക്കെ ആ സമയത്ത്, അത് അപ്പോഴത്തേക്ക് മാത്രമല്ല, വിശേഷിച്ചും ചിത്ര നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള ആളാണെങ്കിൽ, ചിത്രയുടെ പകുതി തുലാക്കൂറിൽ വരുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ലതാണ്. അത് വിശേഷിച്ചും പിന്നെ തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹു, പിന്നെ ഗോമേതകമെന്ന് പറയുന്ന രത്നവും, അതേസമയത്ത് ചോദ്യവിശാഖത്തിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞപുക്ഷിരാഗമെന്ന് പറയുന്ന രത്നവും, പുണർദം, വിശാഖം, പൊരുട്ടായ നക്ഷത്രക്കാർക്കൊക്കെ അത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊള്ളാം. പരിഹാരങ്ങൾ ചെയ്യാം. ജാതകവും കൂടെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതും ആലോചിച്ച് വ്യക്തിപരമായ കാര്യങ്ങളൊന്നുകൂടി ആലോചിച്ച് ചെയ്യുന്നതും നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളും ധാർമ്മികമായ ജീവിത നിലവാരവും വെച്ച് പുലർത്തുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രഹദോഷങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കുന്നതായിട്ട് അനുഭവങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെയൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കണക്ക് കാള വെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവം ഒഴിവാക്കുക. ഏറ്റവും നന്ന് നിങ്ങൾക്ക് തുലാം രാശിക്കാർക്ക് വിശേഷിച്ച് 9-ലെ വ്യാഴം വരുന്നതും അത് ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നതുമാണ്. അതുമൊക്കെ നല്ലതാണ്. നല്ലത് പൊതുവേ നമുക്ക് ആ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു 3-4 മാസം ഒരു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഈ രാശിക്കാർക്ക് മാത്രമല്ല, മറ്റു ചില രാശിക്കാർക്ക് മാത്രം. പൊതുവേ നമ്മുടെ ഈ വിശേഷിച്ചും ഈ ചൊവ്വന് വരാൻ പോകുന്ന അടുത്തൊരു വീഡിയോ വരാൻ പോകുന്നത് ഈ അഗ്നിമാരുത, അതായത് വസുന്ധരായോഗം എന്നൊരു യോഗമാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഫലമൊക്കെ ഇനി വരും. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക, പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാമെന്നുള്ള താല്പര്യമുള്ളവർ അതിൽ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ. അതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.